ഒരു വെറൈറ്റി തോന്നുന്നുണ്ടോ? ബിസ്ക്കറ്റ് ടേസ്റ്റ് ഉണ്ടോ? അടിപൊളിയാണ്. മലപ്പുറത്തുനിന്നും കോഴിക്കോട് നിന്നൊക്കെ ആളുകൾ ഇതിനായിട്ട് വരുന്നുണ്ട്. നമ്മളൊരു എക്കോ ഫ്രണ്ട്ലി ആയിട്ടൊരു പുതുമ ആളുകളിൽ കൊണ്ടുവരിക. ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു വണ്ടർഫ്. ഞാൻ അബു. അപ്പോൾ നമ്മളന്ന് ട്രെൻഡിങ് ആയിട്ടുള്ള ബിസ്ക്കറ്റ് കപ്പ് ടീ കുടിക്കാൻ വേണ്ടിയിട്ട് പാലക്കാട് നിന്ന് തൃശ്ശൂർ വരയ്ക്കാൻ വന്നേക്കാം. അപ്പോൾ കേരളത്തിൽ എല്ലാവർക്കും ഡൗട്ടുണ്ട് എവിടെയാണ് ബിസ്ക്കറ്റ് കപ്പ് ടീ കിട്ടുകയെന്ന്. അപ്പോൾ ഫസ്റ്റ് ആയിട്ട് വന്നത് തൃശ്ശൂരാണ്, പിന്നെ നമ്മുടെ ട്രിവാൻഡ്രത്തും ഉണ്ട്. അപ്പോൾ നമ്മളെ തൃശ്ശൂർ റൗണ്ടിന് തൊട്ടടുത്ത് പെട്രോൾ പമ്പ് ഉണ്ട്, HP പമ്പ്. അതിന് ഓരത്തുള്ളൊരു വഴിയിലാണ് ഈ കാണുന്ന രാധാകൃഷ്ണൻ സ്വീറ്റ്സിലാണ് നമ്മുടെ ബിസ്ക്കറ്റ് കപ്പ് ടീ കിട്ടുക. അപ്പോൾ നേരെ നമുക്ക് ബിസ്ക്കറ്റ് കപ്പ് ടീൻ്റെ വിശേഷങ്ങളിലേക്ക് പോകാം. ചേട്ടാ, ബിസ്ക്കറ്റ് കപ്പ് ടീ ഇഷ്ടപ്പെട്ടോ? കുഴപ്പമില്ല, നല്ല രസം. നിങ്ങൾക്ക് എന്താ നോർമലായിട്ട് കുടിക്കുന്ന ഇതിൽ എന്താ വ്യത്യാസം ഫീൽ ചെയ്ത്? ഇതിൽ കുടിക്കുമ്പോൾ ഒരു വെറൈറ്റി തോന്നുന്നുണ്ട്, അത്ര വെറൈറ്റി തോന്നുന്നുണ്ട്. പിന്നെ എന്തായാലും കുടിച്ച ക്ലാസ് വേസ്റ്റ് ആവില്ല അല്ലേ? അപ്പോൾ 20 രൂപയ്ക്ക് വർത്തായിട്ട് ഫീൽ ചെയ്യുന്നുണ്ടോ അതൊക്കെ? സാറ്റിസ്ഫൈഡ് ആണ്. അപ്പോൾ നിങ്ങൾ ഏറ്റെടുക്കും ഈ ബിസ്ക്കറ്റ് കപ്പ് ടീ? തീർച്ചയായിട്ടും. അപ്പോൾ കേരളത്തിൽ എല്ലാവരും ഏറ്റെടുക്കാൻ വില്ലിങ് ആണ് ബിസ്ക്കറ്റ് കപ്പ് ടീ. എത്ര കാലമായി ഇതിപ്പോൾ തുടങ്ങിയിട്ട് നിങ്ങൾ? ബിസ്ക്കറ്റ് ഇപ്പോൾ ആകെ കഴിഞ്ഞ ആഴ്ച തന്നെയാണ് ഇത് സ്റ്റാർട്ട്. ഒരാഴ്ച ആവുന്നുള്ളൂ. ഇതിപ്പോൾ എന്തൊക്കെ ടൈപ്പ് ഫ്ലേവറിലാണ് നിങ്ങളിപ്പോൾ ബിസ്ക്കറ്റ് കപ്പ് ഉണ്ടാക്കുന്നുണ്ട്? 3 ഫ്ലേവറാണ് ചെയ്യുന്നത്. 3 ഫ്ലേവർ. അത് ചോക്ലേറ്റും വാനിലയാണ് നമ്മളിപ്പോൾ പ്ലാൻ ചെയ്തിട്ടുള്ളത്. എവിടെ നിന്ന് വരുന്ന? ഹൈദരാബാദിൽ നിന്നാണ്. ഹൈദരാബാദ്. അതെ. ഓക്കെ. അപ്പോൾ എങ്ങനെയാണ് ഇതിൻ്റെ ഒരു കപ്പിന് എത്ര വരുന്നുണ്ട്? ഏകദേശം ഓരോ ഫ്ലേവറിനനുസരിച്ചാണോ റേറ്റ്? അതെ, ഫ്ലേവറിനനുസരിച്ച് തന്നെയാണ്. ഫ്ലേവറിനനുസരിച്ച് ഇൻഗ്രീഡിയൻസ് അനുസരിച്ച് മേക്ക് ചെയ്യുന്നതിൻ്റെ കോസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്തിട്ടാണ് നമ്മൾ ഇത് ചെയ്യുന്നത്. ഏകദേശം നമുക്കൊരു നോർമൽ കപ്പിന് ഒരു 10 രൂപയുടെ ഉള്ളിൽ എക്സ്പെൻസ് വരുന്നത്. ഇപ്പോൾ ഇതിപ്പോൾ തുടങ്ങിയ ശേഷം നിങ്ങൾക്ക് ഇപ്പോൾ എങ്ങനെയുണ്ട് കച്ചവടമൊക്കെ? കച്ചവടം ഓൾറെഡി നിങ്ങൾ കാണുന്നതാണോ? അത്രയധികം ആളുകളോട് വന്ന് പോകുന്നുണ്ട്. ഇപ്പോൾ എറണാകുളത്തു നിന്നായാലും മലപ്പുറത്തു നിന്നും കോഴിക്കോട് നിന്നൊക്കെ ആളുകൾ ഇതിനായിട്ട് വരുന്നുണ്ട്. ബിസ്ക്കറ്റ് ടേസ്റ്റ് ഉണ്ടോ? അടിപൊളിയാണ്. എന്തെങ്കിലും ഫ്ലേവർ ഉണ്ടോ അതിന്? ചോക്ലേറ്റ് ഫ്ലേവർ ആണല്ലേ? കോൺ ഐസ്ക്രീം ഒക്കെ പോലെ ആ ഇതിൽ ഫ്ലേവറിൽ അല്ല, ആ ഒരു മെറ്റീരിയലിൽ ചായ. എങ്ങനെ കുടിക്കാൻ? പ്ലാസ്റ്റിക് എന്ന് വെച്ച് വ്യത്യാസം അല്ലേ? വ്യത്യാസം. പ്ലാസ്റ്റിക്കും നമ്മുടെ പേപ്പർ കപ്പൊക്കെ അല്ലേ തരാറ്. അപ്പോൾ നിങ്ങൾക്ക് ഇതിൽ ചായ കുടിക്കുമ്പോൾ എന്താ നിങ്ങൾക്ക് ഫീൽ ആവുന്നത്? ഇതൊന്നുകൂടിയും എന്നുവെച്ചാൽ മെറ്റീരിയൽ നമുക്ക് ഈറ്റബിൾ ആണല്ലോ. അപ്പോൾ അതിൻ്റെതായ ഒരു ടേസ്റ്റ് കിട്ടുന്നുണ്ട് ടീക്ക്. അപ്പോൾ 20 രൂപയ്ക്ക് ഇത് വർത്താന്ന് ഫീൽ ആവുന്നുണ്ടോ നിങ്ങൾക്ക്? ലാഭമാണ്. കുഴപ്പമില്ല. ചായയും കുടിക്കാം, അതിനോടൊപ്പം കഴിക്കുകയും ചെയ്യാം. പിന്നെ ഫ്ലേവേഴ്സ് ഉണ്ടല്ലോ, ചോക്ലേറ്റും ഉണ്ട്, വാനിലും ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് സെലക്റ്റീവായിട്ട് എടുക്കാൻ പറ്റുന്നതല്ലേ? 3 ഫ്ലേവേഴ്സ് ഉണ്ട്, നോർമൽ, ചോക്ലേറ്റ്, വാനില. അപ്പോൾ മൊത്തത്തിൽ എന്തായാലും ഇഷ്ടമായി? ഇഷ്ടമായി. അപ്പോൾ തീർച്ചയായും നമ്മുടെ ഈ ബിസ്ക്കറ്റ് കപ്പ് ചായ വെൽക്കം ചെയ്യും കേരളത്തിൽ. അല്ലേ? വെൽക്കം ചെയ്യും. നമ്മളതിലൊരു വലിയ പ്രോഫിറ്റ് ഒന്നും ആഗ്രഹിച്ചിട്ടൊന്നല്ല. നമ്മളൊരു എക്കോ ഫ്രണ്ട്ലി ആയിട്ടൊരു പുതുമ ആളുകളിൽ കൊണ്ടുവരിക, അത്രമാത്രം ഉദ്ദേശം. അത് വലിയൊരു വിലയിട്ടൊന്നല്ല. നമ്മളാകെ 20 രൂപയ്ക്കാണ് ഇത് കൊടുക്കുന്നത്. ആളുകൾക്ക് അത് വാങ്ങാനും സാധിക്കണം, അവർക്ക് കുഴപ്പമില്ല. അതിനോടൊപ്പം എക്കോ ഫ്രണ്ട്ലി. അതെ, മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് തിങ് ആണല്ലേ? അതെ, എക്കോ ഫ്രണ്ട്ലി ആണ്. പ്ലാസ്റ്റിക് ഉപയോഗിച്ച് എന്ത് അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് അത്രമാത്രമേ ഉള്ളൂ. ഇനിയിപ്പോൾ നമ്മൾ മാക്സിമം അടുത്ത വീക്കോടുകൂടി ഇത് മറ്റുള്ള ആളുകൾക്കൊക്കെ നമ്മൾ സപ്ലൈ ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ദിവസം ഏകദേശം എത്ര ചായ പോകുന്നുണ്ട്? വല്ല കണക്കുണ്ടോ? ഏകദേശം 1000-ന് മേലേക്ക് പോകുന്നുണ്ട് ബിസ്ക്കറ്റ് കപ്പ് ടീ വന്നതിന് ശേഷം. അതെ. അതിന് മുന്നേക്ക് എത്രയായിരുന്നു? മുന്നേ നമുക്കൊരു 150-200. അതിന് മുന്നേ വെറും 150. അപ്പോൾ ഏകദേശം എത്രയെന്ന് പറഞ്ഞാൽ 1000-ന് മേലെ ആളുകൾ. ഇതിപ്പോൾ ശരിക്കും പറഞ്ഞില്ലേ, ഇതൊരു ആളുകളത് ബിസ്ക്കറ്റ് എന്താണെന്ന് അറിയാൻ വേണ്ടിയിട്ട്. ഇഷ്ടപ്പെട്ടിട്ടല്ല, ഇഷ്ടപ്പെട്ടിട്ട് ഇനി വരണം. ഇത് എന്താണെന്ന് അറിയാൻ വേണ്ടിയിട്ട് വരുന്നുണ്ട്. നല്ല ഒരു സപ്പോർട്ട് വന്നിട്ടാണ് പോകുന്നത്. ഓക്കെ, താങ്ക് യു.
ഇനി എടുക്കാം. അപ്പോൾ ഒരു കഷ്ണം നമ്മൾ എടുക്കുന്നുണ്ട് കഴിക്കാൻ. അപ്പോൾ ഇതാണ് നമ്മുടെ ബിസ്ക്കറ്റ് കപ്പിൻ്റെ ആ ഒരു കോട്ടിങ്, ആ ഒരു കപ്പ് എന്ന് പറയുന്ന സാധനം. നമ്മൾ ഉടച്ച സാധനമാണ് നമ്മൾ ഇത് മാത്രമായിട്ട് ടേസ്റ്റ് ചെയ്തത്. ശരിക്കും മാറ്റാൻ നമ്മളെന്താ പറയുക, ഫോൺ ചെയ്തൊക്കെ ഉണ്ടല്ലോ, അതിൻ്റെ ഒരു ശരിക്കും ആ ഒരു എന്താ പറയുക ഒരു ഫീലാണ് കിട്ടുന്നത് ഇത് കടിച്ച് കഴിക്കുമ്പോൾ. പിന്നെ ആ ബിസ്ക്കറ്റിൻ്റെ ഫ്ലേവർ, ഇത് ചോക്ലേറ്റ് ഫ്ലേവറാണ്. ഇപ്പോൾ ഇവിടെ വ്യത്യാസമായിട്ടുള്ള ഫ്ലേവേഴ്സ് ഉണ്ട്. ഇപ്പോൾ ഇത്രയേ ഉള്ളൂ, അതേ നിസാർ. പക്ഷെ എന്താണ് പറഞ്ഞാൽ ഒരു പുതുമ, അതുമല്ലാതെ എക്കോ ഫ്രണ്ട്ലി ആണ്. അതാണ് ഇതിൻ്റെ ഒരു മെയിൻ കോൺസെപ്റ്റ് തന്നെ. ചായ കുടിക്കാൻ പോകാം. ഓക്കെ, അപ്പം നമ്മൾ കുടിക്കാൻ പോവാം. അപ്പോൾ നമ്മുടെ ബിസ്ക്കറ്റ് കപ്പ് ടീ കുടിക്കാൻ വേണ്ടിയിട്ട് ആളുകളുടെ പ്രളയമാണ് ശരിക്കും പറയുകയാണെന്നുണ്ടെങ്കിൽ. അപ്പോൾ നമ്മൾ ബിസ്ക്കറ്റ് കപ്പ് ടീ, ഇത് ചോക്ലേറ്റ് ഫ്ലേവറാണെന്ന് തോന്നുന്നു. നമ്മൾ കഴിച്ചു നോക്കാം, കുടിച്ചു നോക്കാം. ചായ എന്തായാലും മോശം പറയല്ല, ചായ അടിപൊളിയാണ്. ഇത് ചോക്ലേറ്റ് ഫ്ലേവറിൻ്റെ ഒരു ബിസ്ക്കറ്റ് കപ്പാണ്. നമ്മൾ കോൺ ഐസ്ക്രീം ഒക്കെ അത് കഴിക്കുന്ന ഒരു ഫ്ലേവറല്ല, ആ ഒരു ടെൻഡൻസിയാണ് നമുക്ക് ഫീൽ ചെയ്യുന്നത് ശരിക്കും തിന്നില്ല. എന്തായാലും പ്ലസ് പോയിന്റ് എന്ന് പറഞ്ഞാൽ ചായ കുടിക്കുന്നതോടൊപ്പം തിന്നും ചെയ്യാം, അതാണ് ഒരു ഗുഡ്നെസ്. അപ്പോൾ നമ്മുടെ സോഷ്യൽ മീഡിയയിൽ ഒരുപാട് പേർക്ക് ഡൗട്ടാണ് കേരളത്തിൽ എവിടെയാണ് ബിസ്ക്കറ്റ് കപ്പ് ടീ കിട്ടുക എന്നൊരു കാര്യം. അപ്പോൾ നമ്മളൊന്ന് അത് കാണിച്ചു തന്നിട്ടുണ്ട്. ഇപ്പോൾ താല്പര്യമുള്ള എല്ലാവരും ഈ തൃശ്ശൂർ സൈഡ്, എറണാകുളം അങ്ങനെയുള്ളവരൊക്കെ നേരെ തൃശ്ശൂർ വരിക. പിന്നെ അങ്ങോട്ട് ട്രിവാൻഡ്രം സൈഡുള്ളവർ, ട്രിവാൻഡ്രം ഒരു ഷോപ്പുണ്ട്, അതിനൊരു ഐഡിയ ഇല്ല. അപ്പോൾ നമ്മൾ ഈ ഷോപ്പിൻ്റെ ഡിസ്ക്രിപ്ഷൻ ക്ലിയർ ആയിട്ട് നമ്മുടെ ഡിസ്ക്രിപ്ഷനിൽ ഇടുന്നുണ്ടാകും ലൊക്കേഷൻ. അപ്പോൾ ഇതുപോലുള്ള വ്യത്യസ്തമായ കിഡിലൻ ഫുഡ് വ്ളോഗുകൾക്കായിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഫോളോ ചെയ്യുക. അപ്പോൾ വീണ്ടും ഒരു അടിപൊളി വീഡിയോ ആയിട്ട് നമ്മൾ വരുന്നതായിരിക്കും. അതുവരെയ്ക്കും എല്ലാവർക്കും ബൈ ബൈ.